സ്റ്റീൽ വിൻഡോസ് നമ്മൾ മേക്ക് ചെയ്യുന്നത് ടാറ്റ ഷീറ്റ് കൊണ്ടാണ്. അതായത് ഗാൽവനൈസ്ഡ് അയൺ എന്നുള്ള GI ഷീറ്റ് കൊണ്ടാണ് നമ്മൾ സ്റ്റീൽ വിൻഡോസ് കംപ്ലീറ്റ് മേക്ക് ചെയ്യുന്നത്. ഇതൊരു 3 കള്ളി വിൻഡോ ആണ്. ഇതിൻ്റെ ഒരു ഷട്ടർ ഞാൻ ഓപ്പൺ ആയിട്ട് കാണിച്ചു തരാം. ഇതിൽ ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇത് സ്ക്രൂ ഈസി ആയിട്ട് അയച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഗ്ലാസ് ഫിക്സ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഇതിൽ ഓൾറെഡി റീപ്പർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ചില കമ്പനികളിൽ നിങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് ഈ റീപ്പർ നിങ്ങൾ അഡീഷണൽ വെക്കേണ്ടി വരും. ഗ്ലാസ് ഇടുന്ന സമയത്ത് റീപ്പർ ഉണ്ടാവില്ല. നമ്മൾ ടാറ്റ GIൻ്റെ ഷീറ്റ് കൊണ്ട് തന്നെ ബെൻഡ് ചെയ്തിട്ട് റീപ്പർ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ആ വിൻഡോൻ്റെ ബാക്ക് സൈഡാണ്. 3 കള്ളി വിൻഡോൻ്റെ അകത്ത വശമാണ്. അകത്ത വശം ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. പിന്നീട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ഒരു ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഗ്രില്ലിന് കൊടുത്തിരിക്കുന്ന 3/4 ഹോളോ സെക്ഷനാണ് കേട്ടോ. ഇത് നമുക്ക് സോളിഡ് റോഡും കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഇത് വിൻഡോ ഫിക്സ് ചെയ്യുന്നത് ഇത് 4x2 സൈസാണ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഫിറ്റിങ്സ് വെക്കാറുണ്ട്. ചില കമ്പനികൾ ഡയറക്റ്റ് മുകളിലാണ് വെക്കാറ്. പക്ഷെ നമ്മൾ ഈ ഒരു രീതിയിലാണ് ഇത് വെക്കുക. അത് പിന്തല എന്നുള്ള രീതിയിലൊക്കെ പറയും. അതായത് നമ്മൾ വിൻഡോ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് ഏത് രൂപത്തിലും നമുക്ക് പടവിൻ്റെ കൂടെ കല്ലിനകത്തോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ സ്ട്രെങ്ത്ത് കിട്ടും. നന്നായിട്ട് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്. മിക്കവാറും ചില കമ്പനികൾ താഴെ മേലെയാണ് അത് വെക്കാറ്. ഈ ഒരു ഭാഗമല്ലേ ബോട്ടം സില്ല്, അടിവശത്ത് നിങ്ങൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് വെക്കണം കേട്ടോ. ജനൽ തിരിച്ചു വെച്ചതിന് ശേഷം ഈ ഒരു അടിഭാഗത്ത് ഇതിൽ കറക്റ്റ് കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ട് ഒരു മിനിമം നിങ്ങൾ ഒരു 24 മണിക്കൂർ എങ്കിലും വെക്കണം. 48 മണിക്കൂർ വരെയാണ് അതിൻ്റെ ക്യൂറിങ് ടൈം എങ്കിലും ഏറ്റവും കുറഞ്ഞത് 24 മണിക്കൂറെങ്കിലും വെക്കണം. ഈ സൈഡിൽ ഫില്ല് ചെയ്യരുത്, ഈ സൈഡിലൊന്നും ഫില്ല് ചെയ്യരുത് കേട്ടോ. താഴ്വശം അടിവശം മാത്രം ഫില്ല് ചെയ്യുക. ബാക്കിയുള്ള 2 വശവും മുകൾ വശവും വിൻഡോ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഫില്ല് ചെയ്യുക. മൊത്തത്തിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എടുത്തു വെക്കാൻ കഴിയില്ല, അത്രയും വെയിറ്റ് ആയിരിക്കും ഇതിന്. പിന്നെ നമ്മൾ വിൻഡോ കട്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു ഭാഗത്ത് ഈ ഒരു മെഷീനിലാണ് നമ്മൾ ഫ്രെയിം സെക്ഷൻസൊക്കെ ബെൻഡ് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, നിങ്ങളുടെ വിൻഡോൻ്റെ ആ ഒരു സെക്ഷനാണ് ഇത് ബെൻഡ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു മെഷീനിലാണ്. ഇവിടെയാണ് നമ്മളത് കട്ട് ചെയ്യുന്നത്. ടാറ്റൻ്റെ ഷീറ്റ് വരുന്നത് 8x4 സൈസിലാണ്. ഇതൊക്കെ കട്ട് ചെയ്ത വേസ്റ്റുകളാട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ബെൻഡ് ചെയ്യും. അതിനുശേഷം ഷീറ്റ് കാണിച്ചു തരാം. ഈ കിടക്കുന്നത് നമുക്ക് 8x4 സൈസിലാണ് GIൻ്റെ ഷീറ്റുകളൊക്കെ വരുന്നത്. ഇതെല്ലാം 16 ഗേജ് ഷീറ്റാണ് കേട്ടോ. ടാറ്റൻ്റെ GI ഷീറ്റ് 16 ഗേജാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിൻഡോൻ്റെ റേറ്റ് കുറഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് ആളുകൾ വിളിച്ചു കഴിഞ്ഞാലേ ഫസ്റ്റ് നമ്മളോട് റേറ്റാണ് ചോദിക്കുക. പിന്നെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മൾ സെറ്റിങ്, അതായത് കട്ടിങ് കഴിഞ്ഞ് നമ്മൾ ഫ്രെയിം സെക്ഷനൊക്കെ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെറ്റിംഗ് സെക്ഷനാണ്. സെറ്റിംഗ് നമ്മൾ ഈ ഒരു സെക്ഷനിലാണ് ചെയ്യുന്നത്. വിൻഡോ ഫ്രെയിമുകളൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ജസ്റ്റ് സ്പോട്ട് വെൽഡ് അടിക്കും. ഫുൾ വെൽഡ് ചെയ്യൂല, നോർമലി സ്പോട്ട് വെൽഡ് ചെയ്തുകൊണ്ട് തൊട്ടടുത്ത സെക്ഷനിലോട്ട് ഇവിടെയാണ് നമ്മൾ ഫുൾ വെൽഡ് ചെയ്യുന്നത്. ഫുൾ വെൽഡ് വിത്ത് ലോക്കിംഗ് സിസ്റ്റം ആണ് കേട്ടോ ചെയ്യുന്നത്. അകത്തൊന്നും നമ്മൾ വെൽഡ് ചെയ്യില്ല, അകത്തൊക്കെ ഫുള്ള് ലോക്കിംഗ് ആണ്. പരമാവധി ഇതിൽ വെൽഡിങ് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ ചെയ്യുന്നത്. വെൽഡിങ് കാരണം കൊണ്ടാണ് തുരുമ്പ് വരാനുള്ള ചാൻസ് കൂടുതൽ. പക്ഷെ നമ്മൾ വെൽഡ് ചെയ്ത ഭാഗത്ത് കറക്റ്റ് മെറ്റൽ പുട്ടി ബോഡി ഫില്ലർ കറക്റ്റ് ലെവലിൽ ഫില്ല് ചെയ്ത് അത് ബഫ് ചെയ്തെടുക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തുരുമ്പുകൾ കാര്യങ്ങളൊന്നും വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇത് ഇത്തരത്തിൽ ഇവിടെ ഇഞ്ചസ് വെച്ചിട്ടുണ്ട്, പിൻ ടൈപ്പ് ഇഞ്ചസ് ആണ്. അതായത് നമ്മൾ ജനൽപ്പൊളി ഷട്ടർ അടക്കം ജനലിൻ്റെ അടപ്പടക്കം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് ഈ ടൈപ്പ് ഇഞ്ചസാണ്, പിൻ ഇഞ്ചസാണ് നമ്മൾ വെക്കാറുള്ളത് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഈ സെക്ഷനിൽ കഴിഞ്ഞത് കണ്ടില്ലേ, ഈ ഒരു ഫിനിഷിങ്ങിലോട്ട് നമ്മൾ കൊണ്ടുവരും. പുട്ടി മെറ്റൽ പുട്ടി ബോഡി ഫില്ലർ ഇട്ടിട്ട് പക്ക ഒരു വെൽഡിങ്ങിൻ്റെ ജോയിൻ്റ് കാര്യങ്ങൾ അറിയാത്ത രീതിയിലുള്ള ഫിനിഷിങ്ങിലോട്ട് നമ്മൾ കൊണ്ടുവരും. അതിൻ്റെ പുറത്ത് നമ്മൾ എപ്പോക്സി പ്രൈമർ, സിങ്ക് കോട്ടിംഗ് പ്രൈമർ അടിക്കും. ഈ ഒരു ഭാഗത്ത് കൂടെ പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പൈപ്പ് അല്ലെങ്കിൽ ഗ്രില്ല് സെറ്റ് ചെയ്യുന്ന സെക്ഷനാണ് കേട്ടോ. ഇവിടെ കറക്റ്റ് നമ്മൾ ഗ്രില്ല് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് നമ്മൾ പ്രൈമർ ഫിനിഷിലോട്ട് പോണത്. പ്രൈമർ ഫിനിഷ് എന്ന് പറയുമ്പോൾ അവിടെയും നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഈ സ്റ്റീൽ ആളുകൾ പറയുന്ന ഈ വിൻഡോസിന് തുരുമ്പ് വരും എന്നുള്ളതിൻ്റെ മെയിൻ കാരണം ഇതിൻ്റെ ജോയിൻറ്റുകൾ കറക്റ്റ് അല്ലാതെ പ്രൊഫഷണലി അല്ലാത്ത രീതിയിൽ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് തുരുമ്പ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നതിൻ്റെ ഫിനിഷിങ് നോക്കി, അത്രയും പെർഫെക്റ്റ് ഫിനിഷിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഈ ഒരു കോട്ടിങ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫിനിഷിങ് കണ്ടില്ലേ. അപ്പോൾ സിങ്ക് കോട്ടിങ് കൂടുതലുള്ള ഏഷ്യൻ പെയിൻറ് എന്നുള്ള ബ്രാൻഡിലാണ് നമ്മൾ എപ്പോക്സി പ്രൈമർ, ഈ ഏഷ്യൻ പെയിൻറ്റിലാണ് നമ്മൾ ആ ബ്രാൻഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഏഷ്യൻ പെയിൻറ്.
ഇത് ഒരു ഡോർ കം വിൻഡോ ആണ് കേട്ടോ. മെയിൻ ഡോറാണ്. ഒരു സിംഗിൾ വിൻഡോ താഴെ മുകളിലായിട്ട് ഉള്ള ഡിസൈനിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇതെല്ലാം പ്രൈമർ ഫിനിഷ് കഴിഞ്ഞ് ഡ്രൈ ആവാൻ വെച്ചിരിക്കുന്ന ഡോർ ഫ്രെയിമുകളും വിൻഡോസുകളൊക്കെയാണ്. ഈ മഞ്ചാരി വെച്ചിരിക്കുന്നൊരു മെയിൻ ഡോറിൻ്റെ ഫ്രെയിമാണ്. അതായത് ഫ്രണ്ടിൽ ഡോറ്, ഈ റെഡിമെയ്ഡ് ഡോറുകളൊക്കെ നമ്മൾ വാങ്ങില്ല, അല്ലെങ്കിൽ മരത്തിൻ്റെ ഡോറിലൊക്കെ ഉള്ള പോലെ ഡിസൈൻ നമുക്ക് സ്റ്റീലിലും കൊടുക്കാം എന്നുള്ളതാണ്. ഇത് ഈ രീതിയിലും നമുക്ക് ഏത് ഡിസൈനിലും നമുക്കിത് മേക്ക് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. സ്റ്റീൽ വിൻഡോസ് ഏറ്റവും കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്യുന്നത് തന്നെ ഇതിൻ്റെ കോസ്റ്റിൻ്റെ കാര്യവും നോക്കിയിട്ടാണ്. അപ്പോൾ വില കുറഞ്ഞതിൻ്റെ കാര്യം പറയുമ്പോഴേ നമുക്കിപ്പോൾ 3 കള്ളി വിൻഡോ 10,200 രൂപയൊക്കെ വന്നത് നമുക്കിപ്പോൾ ഒരു 9,800 മുതലൊക്കെ 3 കള്ളി വിൻഡോസ് നമുക്ക് അവൈലബിൾ ആണ്. 2 കള്ളി വിൻഡോ ആണെങ്കിൽ നമുക്ക് 7,400 ഒക്കെ വന്നത് ഇപ്പോൾ റേറ്റ് കുറഞ്ഞ് 6,900 മുതലും